ദേശാഭിമാനികളെ, മഹത്തുക്കളെ, ശ്രോതാക്കളും പ്രേക്ഷകരുമായ മിത്രങ്ങളെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് ഏവരെയും. കേരളത്തിലെ രാഷ്ട്രീയ പ്രതിപക്ഷത്തിന്, കേരളത്തിലെ UDF-ന്, ഒന്നും കൂടി പറഞ്ഞാൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അല്പം ആശ്വാസം പകർന്ന തെരഞ്ഞെടുപ്പ് വിധിയാണ് കഴിഞ്ഞ വാരം നമുക്ക് കേൾക്കാനിടയായത്. വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായ 2-3 നിയോജക മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് UDF-ന് വർണ്ണാഭമായ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത് ചെറിയ കാര്യമല്ല. അതിന് വഴിയൊരുക്കിയ അവിടുത്തെ സമ്മതിദായകരായ ബഹുമാന്യ സമൂഹത്തെയും അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച മുഴുവൻ UDF-ൻ്റെ പ്രവർത്തകരെയും ഹൃദയപൂർവ്വം ഒരു സഹപ്രവർത്തകൻ്റെ വികാരത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്, ആശംസകൾ നേരുകയാണ്. നെഹ്റു പരമ്പരയുടെ 7ാം തലമുറക്കാരിയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തിലേറെ വോട്ടുകളുടെ മികവുണ്ടാക്കിക്കൊണ്ടാണ്, ഭൂരിപക്ഷമുണ്ടാക്കിക്കൊണ്ടാണ് വയനാട്ടിലെ സ്നേഹസമ്പന്നരായ ജനസമൂഹത്തിൻ്റെ പ്രതിനിധിയായി മാറിയത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന വിഖ്യാതനായ സഹൃദയൻ കോൺഗ്രസ് നേതാവും പ്രധാനമന്ത്രിയും എന്നതിലുപരി വളരെ വലിയ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ കാളിദാസൻ്റെ, ഭവഭൂതിയുടെ, ദണ്ഡിയുടെ ഒക്കെ പ്രതിഭയുണ്ടായിരുന്ന ഒരു ആചാര്യ പരമ്പരയിൽ പെടത്തക്ക വൈജ്ഞാനിക മികവ് നേടിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പുത്രി അഥവാ ഏകപുത്രി ഇന്ദിരാ പ്രിയദർശിനിക്ക് കത്തുകൾ എഴുതുക പതിവായിരുന്നു. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വളരെ വിഖ്യാതി ആർജിച്ച ഒന്നാണ്. ആ കത്തുകളിൽ ഒരു കത്ത് അദ്ദേഹം മകൾക്ക് സാരവത്തായ ഒരു ഉപദേശം കൊടുക്കുന്നതായിരുന്നു. മകളുടെ മുന്നിലൂടെ ഇഴഞ്ഞു പോകുന്ന ഉറുമ്പുകൾക്ക്, ചെറുപ്രാണികൾക്ക്, ഇര തേടി ആക്രാന്തത്തോടെ കടന്നു വരുന്ന, പറന്ന് അടുക്കുകയും പറന്നകലുകയും ചെയ്യുന്ന ചെറിയ ചെറിയ പ്രാണികൾക്കൊക്കെ ഓരോ കഥയുണ്ട്, അവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ട്. അതുൾപ്പെടെ ചിതലിൻ്റെ ഉൾപ്പെടെ നൊമ്പരങ്ങളും അനുഭവങ്ങളും പഠിക്കാൻ മോൾ സമയം കണ്ടെത്തണം. മകളുടെ മുൻപിലൂടെ കടന്നു പോകുന്ന കൊച്ചരുവിക്കും ധാരാളം അനുഭവങ്ങൾ പറയാൻ കാണും. അത് കേൾക്കാൻ നിൻ്റെ കാതുകൾക്ക് ശക്തിയും കരുത്തും ആർജിക്കണം, നേടണം, പരിശീലിക്കണം, പരിചയപ്പെടണം. അത് സ്വീകരിക്കുവാനും പരിശോധിക്കുവാനുമുള്ള മികവ് ഉണ്ടാകണം. ഈ അർത്ഥതലങ്ങളിലാണ് പണ്ഡിറ്റ്ജി തൻ്റെ പ്രിയപ്പെട്ട ഏകപുത്രിക്ക് പാഠങ്ങൾ പകർന്ന് നൽകിയത്. ആ പരമ്പരയുടെ തുടർ ശൃംഖലയായ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ സാധാരണ ജനങ്ങൾ സ്നേഹസമ്പന്നരാണ്. അവർ നന്മയുടെ ഉറവയും ഊറ്റും മാത്രമാണ് അവർ. ജാതി, മത, വർഗ, വർണ്ണ, വൈവിധ്യ, വൈജാത്യ ഭേദങ്ങളൊന്നുമില്ലാതെ എത്ര സ്വച്ഛന്ത സുന്ദരമായി ജീവിച്ചു പോരുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഹൈന്ദവനെന്നോ ഇസ്ലാമെന്നോ ക്രൈസ്തവനെന്നോ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരെന്നോ
ഉള്ള വകഭേദങ്ങളൊന്നും നിത്യജീവിതത്തിൻ്റെയോ സാമൂഹ്യ ജീവിതത്തിൻ്റെയോ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൻ്റെയോ ഒന്നും പ്രതലങ്ങളിൽ പ്രതിഫലിപ്പിക്കാതെ ഒരമ്മ മക്കളുടെ സൗഹൃദത്തോടെയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. ഒരമ്മ മക്കളുടെ സൗഹൃദം എന്ന് പറയുന്നത് നമ്മളൊക്കെ കൊട്ടിഘോഷിക്കാറുള്ള ഒരു വിഭവമാണ്. പക്ഷേ ബാലിയും സുഗ്രീവനും ഒരമ്മ മക്കളായിരുന്നു. ഒരമ്മ മക്കളെ ഉദാഹരിക്കുമ്പോൾ ഈ രണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓർമ്മിക്കാതെ കടന്നു പോകരുത്. എന്നാൽ രാമനും ലക്ഷ്മണനും ഒരമ്മ മക്കളായിരുന്നില്ല, പക്ഷേ ഒരച്ഛൻ്റെ മക്കളായിരുന്നു. അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം, അവർ പുലർത്തിയിരുന്ന ആദരഭരിതമായ പരസ്പര ബഹുമാനവും ബന്ധവും സ്നേഹവും ഇഷ്ടവും അത് അചുംബിതമായ തലങ്ങളിലേക്ക് കടന്നു പോകത്തക്കവണ്ണം ഉത്തുംഗവും ഉദാത്തവും ഉജ്ജ്വലവും സ്നേഹമസൃണവും ആയിരുന്നു. ഒരമ്മ മക്കളെന്നൊക്കെ നമ്മൾ ഭംഗ്യന്തരേണ പറയുന്നത് കൊണ്ട് എല്ലാമായി എന്നർത്ഥമാക്കരുത്. സഹോദരങ്ങളായി സംതൃപ്തരായി കഴിഞ്ഞുകൂടാൻ കഴിയുന്ന ഒരു മാനസിക സംസ്കാരം നമ്മുടെ രാജ്യത്തിന് പരമ്പരാഗതമായി ഉള്ളതാണ്. ലോകത്തിലെ ഓരോ രാജ്യത്തിനും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ ഉണ്ട്, കീഴ്വഴക്ക സമ്പ്രദായങ്ങൾ ഉണ്ട്, മാനദണ്ഡ മര്യാദകൾ ഉണ്ട്, സ്വീകാര്യതയും അസ്വീകാര്യതയും ഉണ്ട്. ഭാരതത്തിന് എത്രയോ സ്നേഹസമ്പന്നമായ സ്വീകാര്യത, പരസ്പര സ്നേഹം, ബഹുമാനം ഇതൊക്കെ ഉള്ള ഒരു സമൂഹമാണ് ഭാരതം. ഈ ഭാരതത്തിൻ്റെ ഗതി വ്യത്യസ്തമാക്കാൻ, നന്മയിലേക്ക് ഉള്ള വേഗത വർദ്ധിപ്പിക്കാൻ മികച്ച സംഭാവന നൽകിയ ഒരു പരമ്പരയാണ് നെഹ്റു കുടുംബമെന്ന് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. ആ പരമ്പരയ്ക്ക് ഒരു മഹത്തായ ദിവ്യത്വം തന്നെ ആദേശിക്കപ്പെട്ടിട്ടുണ്ട്, അവരിൽ അത് നിക്ഷിപ്തമായിട്ടുണ്ട്. രാജ് കൗൾ എന്ന പണ്ഡിതാഗ്രണിയായ മഹാമനുഷ്യൻ നിന്ന് ആരംഭിച്ച ആ പരമ്പര ഇന്ന് പ്രിയങ്ക ഗാന്ധിയിൽ വന്നു നിൽക്കുകയാണ്. അതിൻ്റെ തുടർച്ചകൾ പിന്നീട് രംഗത്ത് വന്നേക്കാം. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഔചിത്യ ദീക്ഷയുടെയും മര്യാദയുടെയും സമൃദ്ധമായ സ്നേഹത്തിൻ്റെയും പ്രതീകമായി തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് അത്തരം ആളുകൾ കടന്നു വരണം. ചവറുകൾക്ക് വന്നടിയുവാനുള്ള ഒരിടമല്ല രാഷ്ട്രീയ രംഗം. അതിവിശിഷ്ടമായ പെരുമാറ്റ ശുദ്ധി കൊണ്ട്, സമീപന രീതി കൊണ്ട് വേദനിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥകളിലേക്ക് നിർബന്ധമായി ഇറങ്ങിച്ചെല്ലാനും എത്തി നോക്കുവാനും അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കുവാനും പരിഹാരത്തിന് വേണ്ടി പോരാടാനും മനസ്സുള്ള ഒരു വ്യക്തിത്വം പ്രിയങ്ക ഗാന്ധി ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ഇടം ആവശ്യമുള്ളപ്പോൾ അത് പ്രോജ്വലിപ്പിക്കുവാൻ, സൗമ്യത ആവശ്യമുള്ളപ്പോൾ അതിലേക്ക് ലയിച്ചു ചേരാൻ, ധീരോദാത്തമായ നടപടികൾ അനിവാര്യമായി വരുമ്പോൾ ആ ഭാഗം വിദഗ്ധമായി കൈകാര്യം ചെയ്യാനൊക്കെ പ്രിയങ്കയ്ക്ക് സാധിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ലോകം സ്നേഹബഹുമാനങ്ങളോടെ കണ്ടിരുന്ന രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട രണ്ട് മക്കളിൽ മൂത്തയാൾ, അമ്മയുടെ ഭരണത്തിൻ്റെ ഭാഗമായി അടുക്കളയിൽ കൊഞ്ചിക്കളിച്ച് നിൽക്കാനല്ലേ അദ്ദേഹം ശീലിച്ചത്. തൻ്റെ ജീവിതത്തിന് ആവശ്യമായ ഒരു പ്രവൃത്തി പഥം അദ്ദേഹം കണ്ടെത്തി. വിമാനത്തിൻ്റെ പൈലറ്റാകാൻ അദ്ദേഹം കൊതിച്ചു. അദ്ദേഹം അത് വിദഗ്ധമായി നേടിയെടുത്തു. അദ്ദേഹം ഒരു പൈലറ്റ് എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ലോകം ആദരവോടെ കണ്ടിരുന്ന ചടുലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന, ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന,
കരുത്തുറ്റ നടപടികൾ സ്വീകരിച്ച് രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുന്ന ദുർബല വിഭാഗത്തിൻ്റെ വേദനകൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി രൂപപ്പെട്ടതും ഇന്ത്യ ഭരിച്ചതും നാം കണ്ടവരാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട പുത്രൻ ഇന്ത്യ വാത്സല്യത്തോടെ കാണുന്ന രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഇന്ത്യയുടെ ഭാവിയിൽ താല്പര്യമുള്ളവർ വാത്സല്യത്തോടെ കാണുന്ന, മുതിർന്നവർ സ്നേഹത്തോടെ കാണുന്ന, യുവാക്കൾ അതിശയോക്തി കലർത്താത്ത വീരപരിവേഷം നൽകി കാണുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ ഒരു പുണ്യസങ്കേതമായി വാഴ്ത്തപ്പെടുന്ന നിലനിൽക്കുന്ന ഒരു സുഖവാസ കേന്ദ്രമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ ധാർമ്മിക സാംസ്കാരിക പ്രബുദ്ധതയുള്ള ജനങ്ങൾ അധിവസിക്കുന്ന 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ ചേർന്ന വയനാട് പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരിക്കാൻ വന്നത് നാം കണ്ടു. അവിടെ മത്സരിക്കാൻ വന്ന മറ്റു കക്ഷികളെയും ബഹുമാന്യരായ സ്ഥാനാർത്ഥികളെയും നമ്മൾ കണ്ടു. അവരൊക്കെ തിരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച രീതികളും പ്രചരണത്തിൻ്റെ സമ്പ്രദായങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അക്ഷോഭ്യയായി അനന്തമഹിമകളുടെ ഒരു കേദാരമായി എപ്പോഴും പ്രവർത്തിക്കാൻ സാധിക്കുന്ന മികവാർജിച്ച, കുലീനത ആർജിച്ച, അഭിനയം വശമില്ലാത്ത, രാഷ്ട്രീയ രംഗത്ത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സ്ഫുലിംഗമായി മാറി വളർന്നുകൊണ്ടിരിക്കുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നു. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ, ജനങ്ങളോട് ചോദിച്ചപ്പോൾ വന്ധ്യവയോധികയായ ഒരമ്മ പറഞ്ഞത്, ഇവിടെ ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ, ഞങ്ങൾക്കൊറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് പ്രിയങ്ക ഗാന്ധി തന്നെ, ഞങ്ങളുടെ ഇന്ദിരാ പ്രിയദർശിനിയുടെ കൊച്ചുമകൾ. ആ ഇന്ദിരാ പ്രിയദർശിനിയുടെ കഴിവും മികവും തികവും ഉള്ള പ്രിയങ്ക ഗാന്ധി ആണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി, മറ്റാരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞത് സാങ്കേതിക പ്രചരണങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞതല്ല. സ്പോണ്ടേനിയസായി ഒരു അമ്മ, മുതിർന്ന അമ്മ പറഞ്ഞ വാക്കുകളാണ്. മായം കലരാത്ത, ചേറ് പുരട്ടാത്ത, തെല്ലും ഒരായുധ പ്രയോഗമല്ലാത്ത വാക്കാണ് ആ അമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അങ്ങനെ ജനങ്ങൾ ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ ഈ ഇലക്ഷന്, ആ നിയോജക മണ്ഡലത്തിൽ, അത് പ്രിയങ്ക 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരുമിച്ച് നേരിട്ടത്. അവിടെ പല സ്ഥാനാർത്ഥികളും മത്സരിച്ചു. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന BJPയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചു. അവർക്കൊക്കെ മത്സരിക്കാം, അവരോടൊന്നും നമുക്കൊരു അനാദരവും ഇല്ല. സഹോദരി എന്ന നിലയ്ക്ക് മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല മികവോടെ നിർവഹിക്കുന്ന കരുത്തിൻ്റെ കർമ്മകാണ്ഡമായി മാറിക്കൊണ്ടേയിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല നിയോജക മണ്ഡലത്തിലെ സഹോദരിക്കുണ്ടായ കൂറ്റൻ വിജയത്തിൽ അഭിമാനവും അഭിനന്ദനവും ജനങ്ങൾക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ നോമിനേഷൻ സമർപ്പണത്തിന് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ എത്തിയ ആദ്യത്തെ സംഭവം നടക്കുന്നത് കേരളത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക നൽകുന്നിടത്ത് വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ ശ്രീ മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് വന്നത്
മുൻ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി പ്രിയങ്ക ഗാന്ധി, ശ്രീമതി സോണിയാഗാന്ധി നേരിട്ട് വന്നത് കരുത്തനായ സഹോദരൻ അവിടെ സന്നിഹിതനായത് കോൺഗ്രസിൻ്റെ പല തലങ്ങളിലെ നേതാക്കന്മാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള കേരളീയൻ തന്നെയായ ശ്രീ കെ.സി. വേണുഗോപാൽ നേരിട്ട് അവിടെ എത്തിയത് പല ഘട്ടങ്ങളിലായി ഈ സംസ്ഥാനത്ത് ജനങ്ങളോട് അഗാധമായ ബന്ധമുള്ള ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കെ. മുരളീധരൻ, മുൻ KPCC അധ്യക്ഷന്മാർ, പാർട്ടിയുടെ പല തലങ്ങളിൽ ചുമതല വഹിച്ച മഹത്തുക്കളായ നേതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, നമ്മുടെ പ്രിയപ്പെട്ട UDFൻ്റെ നേതാവ് ശ്രീ M. M. ഹസൻ, ഏവരുടെയും പ്രിയങ്കരനായ പാണക്കാട് തങ്ങൾ, വളരെ പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് വേണ്ട, ഞാൻ വിസ്തര ഭയത്താൽ പേരുകൾ വിശദീകരിക്കുന്നതിന് ശ്രമിക്കുന്നില്ല. അവരെല്ലാം വമ്പിച്ച സംഭാവനകളാണ്, പ്രയത്നം ആണ് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കാഴ്ചവെച്ചത്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത്, കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്ത് ഒരു മുതൽക്കൂട്ടായി തന്നെ മാറും. അവർക്ക് ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളിൽ ഉദാത്തമായ സ്ഥാനമുണ്ട്, അംഗീകാരമുണ്ട്, മതിപ്പുണ്ട്, മാന്യമായ സ്ഥാനം ഭാരതീയ രാഷ്ട്രീയ സമൂഹത്തിലുണ്ട്. അവർക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത അങ്കലാപ്പുകളും വല്ലാത്ത ആശങ്കകളും തെരുവ് നിറച്ച് ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിലൂടെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ മല്ലന്മാരെയും മഹാന്മാരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടന്ന നേതാക്കന്മാരെയും ഒക്കെ ഇരുത്തി കരയിച്ചുകൊണ്ട് വിജയം കൊയ്തെടുക്കാൻ സാധിച്ച അവിടുത്തെ UDFൻ്റെ, കോൺഗ്രസിൻ്റെ മിടുക്കനായ സ്ഥാനാർത്ഥി, നിങ്ങൾക്കറിയാം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്ഥാനാർത്ഥി പെരുമാറണമെന്ന് തെളിയിച്ചുകൊണ്ട് യുവജന നേതാക്കന്മാരുടെ ഒരു വൻ പ്രവാഹം തന്നെ പാലക്കാട് അണിനിരന്നു. അവിടെ മാർക്സിസ്റ്റുകാർക്ക് ഒരു ദുഃഖമേ ഉള്ളായിരുന്നു, UDFൻ്റെ സ്ഥാനാർത്ഥി പാട്ടുപാടിക്കളയുന്നുവെന്ന്. പാട്ട് പാടണമെങ്കിൽ അക്ഷരജ്ഞാനം അനിവാര്യമാണ്. ഒരു ഗാനാവിഷ്കാര ഒരു ശ്രേഷ്ഠത ആവശ്യമാണ്. ഇതിനൊക്കെ കഴിയണമെങ്കിൽ വായനയും അറിവും നിർബന്ധമാണ്. പാട്ടുപാടിയാണ് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുളച്ചു വന്നതും വളർന്നു വന്നതും. വയലേലകളിൽ കൊയ്ത്തുപാട്ടുകൾ, ഞാറുനടിയിൽ പാട്ടുകൾ എന്ന് വേണ്ട. അമ്പിളി അമ്മാവനെ വിളിച്ച് കയ്യിലിരിക്കുന്ന അന്നേ അവരൊരു കാര്യം പറഞ്ഞിരുന്നു, അമ്പിളി അമ്മാവ താമര കുമ്പിളിയിൽ എന്താണ്. അല്ലാതെ വേറെ മറ്റേ കുമ്പിളിലൊന്നും അല്ല ചോദിച്ചവർ. അന്ന് പിടിച്ചതാണ് താമരയിൽ. താമര കുമ്പിളിയിൽ എന്താണ്, കുമ്പിട്ടിരിപ്പാണോ എന്നിട്ട് പറഞ്ഞത് താഴേക്ക് പോരുമ്പോൾ ആ താമര കുമ്പിളിൽ എനിക്ക് കൂടി എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നാണ്.
ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന അതാണ്. വിപ്ലവ പാർട്ടികളും ബൂർഷ്വാ പാർട്ടി എന്ന് പലരും പറയുന്ന, ആകപ്പാടെ വിശേഷിപ്പിക്കുന്ന ബി ജെ പിയും തമ്മിൽ പലയിടത്തും കെട്ടുപാടുകളും ഇടപാടുകളും ഉണ്ട്. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ രണ്ടും പറയത്തക്ക വണ്ണമാണ് അവരുടെ ചങ്ങാത്തം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തിയായി മാറിയ KPSC നാടകത്തിൻ്റെ ഗാന മേഖല കൈകാര്യം ചെയ്തിരുന്നത് രണ്ട് ക്രാന്തദർശികളായ മഹാപുരുഷന്മാരാണ്. ഒന്ന് വയലാർ രാമവർമ്മ, മറ്റൊന്ന് ONV കുറുപ്പ്. രണ്ടുപേരും ഒന്നിനൊന്നും മുകളിൽ നിൽക്കുന്നവരാണ്. അന്നേ അവർ ചോദിച്ചു അമ്പിളി അമ്മാവനോട് താമരക്കുമ്പിളിൽ എന്താണെന്ന്. അതുമാത്രമാണ് അവർക്കാണ്. ദേ ആർ വെരി ഈഗർ ടു നോ വാട്ട് ഈസ് ഇൻസൈഡ് ദ ലോട്ടസ്. താമരക്കുമ്പിളിൽ എന്താണെന്നാണ് അന്ന് അവർ ചോദിച്ചത്. അത്ര ദീർഘദൃഷ്ടിയോടെ ചോദിച്ചവരാണ്. ഇപ്പം താമരക്കുമ്പിളിൽ എന്താണെന്ന് അവർക്ക് പരസ്പരം മനസ്സിലായി. ഒരു പാലമായി മാറിയിരിക്കുന്നു താമരക്കുമ്പിളും അരിവാൾ ചുറ്റിയ നക്ഷത്രവും ഒക്കെ. അത് പോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ അവിടെ രമ്യ ഹരിദാസ് ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ നിന്ന് കടന്നു വരുന്ന പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം നേടി ഏറെ മര്യാദയോടെ പ്രവർത്തിച്ച് മുന്നേറിയ, സ്ത്രീ സമൂഹത്തിന് അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന, പുരുഷ സമൂഹത്തിനും മാന്യതയോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിവൈഭവം നിലനിർത്തി ഇന്നും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മഹതിയായ ഒരു സഹോദരിയാണ് ശ്രീമതി രമ്യ ഹരിദാസ്. അവർ സ്ഥാനാർത്ഥികളിൽ മികച്ച പട്ടികയിൽപ്പെടുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. അവർ പാട്ടുപാടിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചത്, ലോകത്തെ ഉണർത്തിയതും ആവേശം കൊള്ളിച്ചതും കരുത്താർജിച്ചതും ലോകത്തിൻ്റെ മികവ് വെളിച്ചത്ത് കൊണ്ടുവന്നതും പാട്ടുകളിലൂടെയാണ്. പാട്ട് കർഷകൻ്റെയും തൊഴിലാളിയുടെയും അവശൻ്റെയും ആലംബഹീനൻ്റെയും ഒക്കെ അഭയസങ്കേതം കൂടെയാണ്. ആ പാട്ടുപാടാൻ കഴിയുന്നത് ഒരു സിദ്ധിയാണ്. ആ മിടുക്കും മികവുമുള്ള, എക്കാലത്തും കോൺഗ്രസിന് മുതൽക്കൂട്ടായി തീരാൻ കഴിയുന്ന പ്രാഗൽഭ്യമുള്ള ആ സഹോദരി അവിടെ തോൽക്കേണ്ടി വന്നത് UDF പ്രവർത്തകരുടെ ഏതെങ്കിലും തെറ്റുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിർബന്ധമായി കോൺഗ്രസ് UDF അത് പരിശോധിക്കേണ്ടതാണ്. അതാണ് ജനങ്ങളുടെ വികാരം. ആർക്കും എന്തും ചെയ്തിട്ട് കടന്നു പോകാവുന്ന ഒരു പ്രസ്ഥാനമാണ് UDF എന്ന വികാരം വളർത്തിയെടുക്കരുത്. തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ അതനുസരിച്ച് ശിക്ഷിക്കാൻ കൂടി ഒരു കരുത്തുറ്റ ജനാധിപത്യ പ്രസ്ഥാനത്തിന് സാധിക്കണം. ശ്രീ K. സുധാകരൻ എന്ന കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഈ കാര്യം ഗൗരവപൂർവ്വം എടുക്കാൻ കഴിയുന്നവരിൽ ഒരാളാണ്. പാർട്ടിയുടെ മറ്റ് ചുമതലപ്പെട്ടവരും ഈ കാര്യത്തിൽ ഗൗരവമുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി അവതരിപ്പിച്ചാൽ പിന്നെ അവിടുത്തെ പാർട്ടി സമൂഹം വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയെ കൈയൊഴിയുന്ന ഒരു രീതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസിൽ നിലനിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ പണിയൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കില്ല. എത്ര കൊല കൊമ്പനാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തൻ്റെ ഇടമുണ്ട്. കോൺഗ്രസിനും ആ തൻ്റെ ഇടമുണ്ടായിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്.
അത്തരം പ്രകടനങ്ങൾ കാഴ്ചവെച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ പരാജയപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ചെറിയ നടപടി എടുക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് കണ്ടെത്താൻ നിങ്ങളൊക്കെ കൂടെ ചേർന്നാണല്ലോ ഇത്രയും കാച്ചിയത് എന്നൊന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. പാർട്ടി വാതിലും ജന്നലും ഇല്ലാത്ത വഴിയമ്പലമായി മാറരുത്. പൂട്ടും താക്കോലുമില്ലാത്ത വഴിയമ്പലമായി പാർട്ടി മാറാൻ പാടില്ല. ഓർക്കേണ്ടവർ, പരിശോധിക്കേണ്ടവർ, ഇതൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും രണ്ടധികാര കേന്ദ്രങ്ങൾക്കിടയിലൂടെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഉള്ള ഭരണാധികാരി വർഗത്തിന് എതിരെ മാറുകാട്ടി നിന്നുകൊണ്ട് വയനാട്ടിൽ മഹാവിജയം കരസ്ഥമാക്കിയ യു ഡി എഫ് നേതാക്കളെയും പ്രവർത്തകരെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. എന്തൊക്കെ പയറ്റ്യങ്ങൾ, പിച്ചിലാട്ടങ്ങൾ, തോന്യാസങ്ങൾ, അട്ടഹാസങ്ങൾ ഒക്കെയാണ് പാലക്കാട്ട് അഴിച്ചുവിട്ടത്. ആരെന്ന് ഞാൻ പറയുന്നില്ല. അതിനിടയിലൂടെ വിജയം കൊയ്തെടുക്കാൻ കഴിഞ്ഞ യു ഡി എഫിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും അവർക്ക് പ്രചോദനം നൽകിയ നേതാക്കന്മാരെയും അഭിനന്ദിക്കാതിരിക്കാൻ സാധ്യമല്ല. കരുത്തോടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറും തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ ശുഭപ്രതീക്ഷയ്ക്കുള്ള അവസരം തുറന്നു വരികയാണ് മുന്നിൽ. അത് സംഘാടകരുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനസ്സിലുണ്ടായിരുന്നാൽ നല്ലത് എന്ന് മാത്രം വിനയാന്വിതനായി ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും നന്മ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.